ഞായറാഴ്ച ദിവസം ഉണ്ടാവണ ഒരുവിധം പരിപാടികളൊക്കെ ഒഴിവാക്കാറട്ടോ പതിവ്. സമയമാണല്ലേ വലുത്. അതില്ലെങ്കിൽ പിന്നെ എല്ലാം കട്ടപ്പോഹ. ഇന്നേക്ക് ഒരുപാട് വർക്കുകളുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ രാവിലെ തുടങ്ങിയിട്ടോ. കറണ്ട് എന്ന സാധനത്തിനെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. 2 ട്രിപ്പ് ബേക്ക് ചെയ്തും കറണ്ടാ പോയി. ഇപ്പം എങ്ങനെ ഇരിക്കണോ? എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ ഒരുപാട് വൈകിട്ടോ. പണ്ടത്തെ പോലെ ഇപ്പോൾ ഒരുപാടൊന്നും ഉറക്കം കളഞ്ഞ് പണിയെടുക്കാനേ സാധിക്കണില്ല. എല്ലാം ഡെലിവറി ചെയ്യേണ്ട കേക്കുകളായിരുന്നു. എല്ലാം കറക്റ്റ് ടൈമിൽ അവിടെ സേഫായി എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. കേക്ക് കൈമാറിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. അതൊന്നും വേറെയാണ്. ഞായറാഴ്ച ദിവസമായോണ്ടേ ബർത്ത്ഡേ ഫങ്ഷൻസും വെഡ്ഡിങ്സും കൂടുതലാവും. ഇന്നത്തെ തിക്കും തിരക്കിൽ എൻ്റെ വെഡ്ഡിങ് കേക്കിൻ്റെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു ഓഡിറ്റോറിയം എത്തണ വരെ എനിക്ക്. എന്നാൽ ആ സങ്കടം അവിടെ ചെന്നപ്പോൾ മാറിയിട്ടോ. ഫോട്ടോ അല്ല, വീഡിയോ തന്നെ എടുക്കാൻ പറ്റി. എൻ്റെ ലാസ്റ്റ് കേക്ക് ഡെലിവറി ചെയ്ത് അവളുടെ കേക്ക് കൊടുക്കാൻ പോയി. ഏറ്റവും അവസാനത്തെ കേക്ക് കൊടുത്തു കഴിയുമ്പോഴേ ഞാൻ മുൻപേ പറഞ്ഞ സമാധാനമല്ലേ, അതൊന്നുകൂടി കിട്ടും. എന്നാൽ ഇന്നെനിക്കതില്ല കേട്ടോ. നാളെ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നാളത്തെ കേക്കുകളൊക്കെ ഉച്ചയോടുകൂടി കൊടുക്കാനുള്ളതാണ്. അപ്പം ഇന്നത്തെ രാത്രി ഉറക്കമില്ല. കേക്കും കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അല്ലെങ്കിലേ ഞാൻ ഫുഡ് കണ്ട അവിടെ കമന്നടിച്ച് വീഴുകയെന്ന് എൻ്റെ ഫോളോവേഴ്സിൻ്റെ പരാതി. അതുകൊണ്ട് ഞാൻ നേരാവണ്ണം കഴിച്ചില്ല കേട്ടോ. അവൾ കഴിക്കേണ്ടവരെയും കോഴി ചിക്കിപ്പിറക്കണ പോലെ അവിടെ ഇരുന്നു. ഈ ഐറ്റം പൊളിയാണ് കേട്ടോ. ഐസ്ക്രീമും ഗുലാബ് ജാമും പൊളി കോംബോ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഊരുദണ്ഡികളുടെ ഊരുദണ്ടിലൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോൾ ഇരുട്ടായി. കഴിഞ്ഞില്ല, ഇനിയാണ് രസം. എന്നെ കൊണ്ടുവന്നാക്കിയ ആളെ കൊണ്ടുവന്നാക്കാൻ ഞാൻ പോകണം. രാത്രി ഒറ്റയ്ക്ക് പോവാൻ അവൾക്ക് പേടിയാത്രേ. അതങ്ങനൊരു സാധനം.